ഞാൻ ഷിജുഖാനോട് ചോദിക്കുന്നത് ഇതാണ്. ഇതിൽ ഇത്തരത്തിലൊരു വിധി ഉണ്ടായി എന്ന് മാത്രമല്ല, കോടതിയെ അതിലേക്ക് നയിച്ച ആ നിയമപഥം അതുകൂടി പ്രധാനപ്പെട്ടതാണ്. അതുകൂടി കേരളം ചർച്ചയ്ക്ക് വിഷയമാക്കേണ്ടതാണ്. രാജ്ഭവൻ്റെ പ്രധാന വാദം, ഓരോ സർവകലാശാലകൾക്കും അതിൻ്റേതായിട്ടുള്ള നിയമാവലിയുണ്ട്, സ്റ്റാറ്റ്യൂട്ടുണ്ട്. അതനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. പക്ഷെ അതൊന്നും പ്രസക്തമല്ല. UGC പറഞ്ഞിരിക്കുന്നു, ചാൻസലറാണ് VC-മാരെ നിർണയിക്കുന്നതിൽ പ്രധാന കക്ഷിയായി വർത്തിക്കേണ്ടത് എന്ന് UGC-ക്കൊരു നിലപാടുണ്ട്. അതാണ് നടക്കേണ്ടത്. അതിൽ അവ്യക്തതയുണ്ടെങ്കിൽ UGC-യെ കേൾക്കാൻ തയ്യാറാവണം എന്ന് ഈ കോടതിക്ക് മുമ്പിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടു. കോടതി അത് നിരാകരിച്ചു. UGC-യെ കേൾക്കാനും പോയില്ല, UGC-ക്ക് ഇങ്ങനൊരു നിലപാട് ഉണ്ട് എന്നത് പരിഗണിക്കാനും പോയില്ല. സംസ്ഥാനത്തുണ്ടായ ഈ സർവകലാശാലകൾക്ക് സംസ്ഥാന നിയമസഭ തയ്യാറാക്കി അംഗീകരിച്ചിരിക്കുന്ന ആ നിയമാവലി അനുസരിച്ച്, ആ സർവകലാശാലകൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമാവലി അനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന്, കാര്യങ്ങൾ നടക്കട്ടെ എന്ന് കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം തീരുമാനിച്ചു. രാജ്ഭവൻ്റെ നിയമപരമായ വാദം, എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിന് അവർ ഉപയോഗിക്കുന്ന നിയമപരമായ വാദം അസ്ഥിരപ്പെട്ടു എന്നതാണ് ഈ വിധിക്ക് അപ്പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഷിജുഖാൻ, താങ്കൾ കൂട്ടിച്ചേർക്കൂ. ശ്രീ NPC-ക്ക് അറിയാമല്ലോ, ഈ കേരളത്തിൽ ഇത്തരം ചാൻസലർമാരുടെ അധികാര കയ്യേറ്റം ഉണ്ടായ ഘട്ടം മുതൽ, ഞാൻ പറഞ്ഞ കഴിഞ്ഞ ഒരു കാലയളവിലാണ്, അതിൻ്റെ ഓരോ ചലനങ്ങൾ നടക്കുമ്പോഴും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും വിദ്യാഭ്യാസ രംഗത്ത് ഇടപെടുന്ന ഒരാളെന്ന നിലയിലും പ്രതികരിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, രാജ്ഭവൻ നടപ്പിലാക്കുന്നത് തങ്ങൾക്കില്ലാത്ത ഒരു അധികാര പ്രയോഗമാണ്. അതാണ് ഇന്ന് കോടതി ശക്തമായ വിധിന്യായത്തിലൂടെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഒരു വിവേചനാധികാരം, നിയമത്തെ മറികടക്കാനുള്ള വിവേചനാധികാരം ചാൻസലർക്കോ രാജ്ഭവനോ ഇല്ല. കാരണം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിൽ കൃത്യമായും പ്രതിപാദിക്കുന്നുണ്ട്, ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആക്റ്റിലും കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെട്ട് വന്നാൽ എന്ത് ചെയ്യണം, അതിൽ ഗവൺമെൻറ്റിൻ്റെ റെക്കമെൻഡേഷൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമേ ചാൻസലർക്ക് അപ്പോയിൻ്റ് ചെയ്യാൻ കഴിയൂ എന്ന് മാത്രമല്ല, ഇപ്രകാരമുള്ള താൽക്കാലിക അപ്പോയിൻമെൻറ്റുകൾ 6 മാസം കടക്കാനും പാടില്ല. ഇത് രണ്ടും വ്യക്തമാണ്, ഒരു സംശയവുമില്ലാതെ. ഇപ്പോഴും കേരളത്തിൽ ആർക്കും വെബ്സൈറ്റ് എടുത്ത് 2 യൂണിവേഴ്സിറ്റികളുടെ ആക്ട് പരതിയാലും മലയാളത്തിലും ഇംഗ്ലീഷിലും വ്യക്തമാണ്. ഈ ഹൈക്കോടതിയുടെ വിധിയുടെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിൽ ഈ 2 വകുപ്പുകളും, 2 ആക്ടിലെ 2 വകുപ്പുകളും അടിവരയിട്ടുകൊണ്ടാണ് വിധിന്യായം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആർക്കാണ് സംശയം? കേരളത്തിൽ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ നമ്മുടെ മാധ്യമങ്ങളിൽ പല മാധ്യമങ്ങളും തെറ്റായ വാർത്തകൾ നിങ്ങളെടുത്താൽ ഇന്നലെയും മെനഞ്ഞാന്നും ഇന്നും അടക്കം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ ചാൻസലറാണ് പരമാധികാരി, ചാൻസലർക്കല്ലാതെ മറ്റാരുമല്ല അപ്രോപ്പറേറ്റ് അതോറിറ്റി എന്നതടക്കമുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് എടുത്ത ഒരു ഡിസിഷനുമേൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത് ഗവർണർക്കാണെന്ന് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പല മാധ്യമങ്ങളും. അതോടൊപ്പം ഈ ഇൻചാർജ് വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ നിലവിലുള്ള നിയമങ്ങളൊന്നും ബാധകമല്ല. സംസ്ഥാന നിയമസഭയോ ഗവൺമെൻറ്റോ ഒന്നും ചെയ്യാൻ അധികാരമില്ല എന്ന് നമ്മുടെ വലതുപക്ഷ വൃന്ദത്തെ ഉദ്ധരിച്ചുകൊണ്ട് മറുചോദ്യം ചോദിക്കാതെ കേരളത്തിലെ പല മീഡിയയും മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. നേരത്തെ പിന്നെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ, ഇവിടെ കോൺഗ്രസിൻ്റെ നിലപാടെന്താണ് ശ്രീ NPC? ഞാൻ അക്കാലത്തെ പത്രവാർത്തകൾ എൻ്റെ കയ്യിലുണ്ട്, അക്കാലത്തെ പത്രവാർത്തകൾ ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. കോൺഗ്രസിൻ്റെ നിലപാടെന്താണ്? ഇവിടെ ശിവപ്രസാദിനെ RSSൻ്റെ സംഘപരിവാറിൻ്റെ ആയുധമായി, ചട്ടുകമായി ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും നിയമവിരുദ്ധമായി സിസ തോമസിനെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്പോയിൻ്റ് ചെയ്തപ്പോൾ കോൺഗ്രസ് നിശബ്ദമാണ്. അക്കാലത്ത് ലീഗിൻ്റെ ചില പ്രതികരണങ്ങളൊക്കെ നമുക്ക് വാർത്തയിൽ കാണാൻ കഴിയും. പ്രതികരണങ്ങൾക്ക് അപ്പുറമൊന്നും അവർ നടത്തിയില്ല. പക്ഷേ കോൺഗ്രസ് എന്ന നിലപാട് സ്വീകരിച്ചു, UDF എന്ന നിലപാട് സ്വീകരിച്ചു. ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ അടക്കമുണ്ടായ
അധികാര കയ്യേറ്റത്തിൽ ചാൻസലറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വൈസ് ചാൻസലർ മോഹനൻ കുന്നുമേലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിക്കാൻ കേരളത്തിലെ UDF-നോ കേരളത്തിലെ കോൺഗ്രസിനോ സാധിക്കുന്നുണ്ടോ? അവർ രണ്ട് വള്ളത്തിൽ കാല് പിന്നെ വെച്ച് പോകുന്ന സാഹചര്യമല്ലേ കേരളത്തിൽ ഉണ്ടാകുന്നത്? ഇതിനോട് ശ്രീ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം. ശ്രീ NPC കേരളത്തിലെ മീഡിയ VD സതീശൻ്റെ പ്രതികരണം എടുക്കണം, കോൺഗ്രസിൻ്റെ പ്രതികരണം എടുക്കണം. എന്താ പ്രതികരണം? നിയമവിരുദ്ധമായി 2 പേരെ അപ്പോയിന്റ് ചെയ്തപ്പോൾ എന്തായിരുന്നു നിങ്ങൾ എന്തു പ്രതികരിച്ചു? സിംഗിൾ ബെഞ്ചിൻ്റെ വിധി വന്നപ്പോൾ എന്ത് പ്രതികരണം നടത്തി? ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധി വരുമ്പോഴെങ്കിലും പ്രതികരണം നടത്തണ്ടേ? ഗവൺമെൻറ് എന്താ ചെയ്തത്? ഗവൺമെൻറ് കൃത്യമായി പ്രവർത്തിച്ചു. ശ്രീ NPC ഇപ്പോൾ പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി സ്തംഭനാവസ്ഥയിലാണ്, അതിൽ ഒക്കെ ഇടതുപക്ഷത്തെയൊക്കെ അതിലേക്ക് വലിച്ചഴച്ച് ഇടതുപക്ഷം അതിന് മറുപടി പറയണമെന്ന് പറയുക. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളൊന്നും സ്തംഭനാവസ്ഥയിലല്ല. അവിടെ നിയമാനുസൃതം പ്രവർത്തിക്കുന്ന സിൻഡിക്കേറ്റും സെനറ്റുമൊക്കെ ആക്ട് ചെയ്യുകയാണ്. ഈ വൈസ് ചാൻസലർമാർ, ഇൻചാർജ് വൈസ് ചാൻസലർമാരായ ചിലർ, അയോഗ്യരായ ചിലർ ഉണ്ടാക്കുന്ന പ്രതിസന്ധിയേ ഉള്ളൂ. കേരള യൂണിവേഴ്സിറ്റിയിലും അതാണ് സംഭവിച്ചത്. എങ്ങനെയാണ് ഗവൺമെൻറ് പ്രവർത്തിച്ചത്? ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞല്ലോ, നമ്മുടെ മീഡിയ അത് കേരളത്തോട് പറയണം. നിയമാനുസൃതം പ്രവർത്തിച്ചു. 2 യൂണിവേഴ്സിറ്റികളുടെയും ആക്ട് എന്താണോ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന അധികാരം, അതിൻ്റെ അടിസ്ഥാനത്തിൽ പാനൽ കൊടുത്തു ശ്രീ NPC. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും അടക്കം ഗവൺമെൻറ് നിയമാനുസരണം പാനൽ കൊടുത്തു. ആ പാനലിനെ മറികടന്നു. ആ പാനലിൽ യോഗ്യരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. 2 യൂണിവേഴ്സിറ്റിയിലേക്കും MS രാജശ്രീയെ പോലെ, ഡോക്ടർ മുജീബിനെ പോലെ, ഡോക്ടർ വിനോദ് കുമാർ ജേക്കബിനെ പോലെ വളരെ പ്രമുഖരായ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് ദീർഘകാല അനുഭവങ്ങളുള്ള ആളുകളെ കൊടുത്തു നിയമാനുസരണം. എന്നിട്ട് ഈ ചാൻസലർ, അന്നത്തെ ചാൻസലറും അതിൻ്റെ തുടർച്ചയായി വന്നത്തെ ഇന്നത്തെ ചാൻസലറും അതിനെയൊക്കെ സമ്പൂർണ്ണമായി ലംഘിക്കുകയാണ്. അപ്പോൾ ഒറ്റ ചോദ്യമേ ഉള്ളൂ, ഈ ചാൻസലർ പദവി തന്നെ വേണോ? അതല്ലേ ശ്രീ NPC ഇന്നത്തെ കേരളം ചോദിക്കേണ്ട ചോദ്യം. ഈ ചാൻസലർ പദവി വേണോ? അത് നിയമാനുസരണം ഗവർണർക്ക് കൊടുക്കേണ്ടതില്ല, ഗവർണറുടെ അവകാശമല്ല, ഗവർണറുടെ പ്രിവിലേജ് അല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തമിഴ്നാട് പാസാക്കിയ നിയമം ഇപ്പോൾ സുപ്രീം കോടതി അംഗീകരിച്ചു. കേരളം ഇന്ന് ചർച്ച ചെയ്യണം. എന്തിനായിരുന്നു സിസ തോമസിനെ വെച്ച്, എന്തിനായിരുന്നു ശിവപ്രസാദിനെ വെച്ച് ഈ ഡ്രാമ നടത്തിയത്? എന്തിനാണ്? ഇത് സംഘപരിവാറിൻ്റെ തിട്ടൂരമാണ്. ഇത് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന RSSന്റെ തിട്ടൂരമാണ് കേരളത്തിൽ നടപ്പിലാക്കിയത്. ആ തിട്ടൂരത്തെ എടുത്ത് അറബിക്കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതാണ് ഇന്നത്തെ വിധിന്യായം. കോൺഗ്രസിനോട് ചോദിക്കണം. അവരെ ഈ കേരളം ഇന്നത്തെ ദിവസം വെറുതെ വിടരുത്. കോൺഗ്രസിനോട് ചോദിക്കണം. അവർ പാലിച്ച നിശബ്ദത, എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്തം ഗവൺമെന്റിന്റെ തലയിൽ ചാരി RSSന് പ്രൊട്ടക്ട് ചെയ്യാണ്, മോഹനൻ കുന്നുമേലിനെ പ്രൊട്ടക്ട് ചെയ്യാണ് തിരുവനന്തപുരത്തെ സംഘപരിവാറായി മാറിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. ഈ മോഹനൻ കുന്നുമേലും തലസ്ഥാനം ഒഴിയണം. ശ്രീ NPC ഇന്ന് കേരളം ചർച്ച ചെയ്യണം. അദ്ദേഹത്തിന് കേരള യൂണിവേഴ്സിറ്റിയുടെ VC ആയിരിക്കാൻ യോഗ്യതയില്ല. അദ്ദേഹം കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരിക്കാൻ യോഗ്യതയില്ല. ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് അന്നത്തെ ചാൻസലറാണ് ഈ മോഹനൻ കുന്നുമേലിനെ നിയോഗിച്ചത്. ഇനിയും ഒരു കോടതി വ്യവഹാരത്തിന് കാത്തു നിൽക്കാതെ മോഹനൻ കുന്നുമേൽ ഇന്ന് സ്ഥാനമൊഴിയാനുള്ള അന്തസ്സ് പ്രകടിപ്പിക്കണം. അതാണ് 2 വിധിന്യായങ്ങളുടെ അർത്ഥം.